ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി എന്നല്ലേ? ഈ കാണുന്നതാണ് ഞായറാഴ്ചത്തെ പരിപാടി. ഈ ഞായറാഴ്ചത്തെ മാത്രമല്ല, എല്ലാ ഞായറാഴ്ചത്തെയും പരിപാടി ഇത് തന്നെ. ഇവനാണ് ചേട്ടൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇവനെ കുളിപ്പിച്ച് സുന്ദരനാക്കുന്ന കുളിസീനാണ് നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ ഇവൻ്റെ കുളിസീനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ പണി സാധനങ്ങളാ രാജാവേ. മോളുടെ അല്ല, ഈ വണ്ടിയുടെ ഓണറായ എൻ്റെ ഭർത്താവായ ഇവളുടെ അച്ഛനായ ചേട്ടൻ്റെ പണി സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവനെ സുന്ദരനാക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ട്. കാരണം ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് ഷോർട്ടായിട്ട് പോലും എനിക്ക് ഇതിനെ പറ്റിയൊന്നും പറയാൻ അറിയത്തില്ല. കാരണം ഈ വണ്ടി വാഷ് ചെയ്യണ പറ്റിയായാലും ബൈക്കിനെ പറ്റിയായാലും പ്രോഡക്ട്സിനെ പറ്റിയിട്ടായാലും ഒന്നും എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനും അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനെയൊക്കെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ എന്തോ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട്, എന്തുവാണോ എന്തോ, അത് ചേട്ടനല്ലേ അറിയൂ. അപ്പോൾ ഇവിടെ മോളെന്താ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. തണുക്കുന്നു എന്നായിരിക്കും ചിലപ്പോൾ അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത്ര സിമ്പിളായിരുന്നല്ലേ, ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചു, എല്ലാവരും അറിഞ്ഞോളൂ. ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചിരിക്കുകയാണ്, അല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ ചേട്ടൻ ഇവിടെ ചെറുക്കൻ്റെ ടയറൊക്കെ കഴുകി വൃത്തിയാക്കുവാണ്, വെള്ളമൊക്കെ ചീറ്റിച്ചോണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അടിച്ച് അവനെ കുളിപ്പിക്കാൻ പോവുകയാണ്. കുളിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോളിവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇതാ ചുറ്റിയെല്ലാം എടുത്തോണ്ട് കൊടുക്കുന്നു. എന്തൊക്കെയായാലും അവൾക്ക് സഹായിക്കാനുള്ളൊരു മനസ്സ് വന്നില്ലേ പാവേൻ്റെ പൊന്ന്. ഞാൻ അവൻ ഇവനെന്നൊക്കെ ബൈക്കിനെ വിളിക്കണമെങ്കിലും അവനൊരു പേര് ചേട്ടൻ ഇട്ടിട്ടുണ്ട്, സാമ്പ. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബൈക്ക് ചേട്ടൻ മേടിച്ചിട്ട് ഒരു 5-6 വർഷം ആയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയൊരു ബൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക്, പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ ഒരു ബോണ്ടിങ് ആ ബൈക്കുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ബൈക്കാണ്. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുളിപ്പിച്ച ശേഷം നമ്മൾ ഷാമ്പൂ ആണെന്ന് തോന്നുന്നു, ബൈക്കിനൊക്കെ തേക്കുന്ന ഷാമ്പൂ ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചൊന്ന് പതപ്പിച്ച് കുളിപ്പിച്ചെടുക്കാം അവനെ. 2018 R15 വേർഷൻ 3 എന്ന ഇവനെ ഇങ്ങനെ പതപ്പിച്ച് കുളിപ്പിക്കുന്ന കണ്ടിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ വിഷ്ണു ഇങ്ങനെ ഈ ബൈക്കിന് ഇത്ര ഇങ്ങനെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചങ്ങ് കഴുകിയാൽ പോരെ, ഇത് വീണ്ടും വീണ്ടും ഓട്ടിക്കേണ്ടതല്ലേ, ഇപ്പം ഇങ്ങനെ കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരോട്, അത് ആ വണ്ടി ഉപയോഗിക്കുന്നവർക്കേ അറിയൂ എന്താണ് കിട്ടുന്നത്, എന്ത് കിട്ടില്ല എന്നൊക്കെ ഉള്ള കാര്യം. എനിക്ക് കാറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ബൈക്സിനോടാണ് ഭയങ്കര താല്പര്യം. എന്തൊരു പ്രത്യേക സുഖമല്ലേ ബൈക്കിൻ്റെ ബാക്കിലിരുന്ന് പോകാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്ക്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ പലപ്പോഴും തന്നെ നമുക്ക് ഈ ബൈക്ക് കൊടുത്തിട്ട് ഒന്ന് അപ്ഡേറ്റഡ് വേർഷൻ എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒന്നുമില്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ സേഫായിട്ട് എത്തിച്ചവനല്ലേ നമ്മളെ രണ്ടുപേരെയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചേട്ടനും തന്നെ അല്ലേ, അപ്പം പിന്നെ കൊടുക്കണ്ട എന്നൊക്കെ ഒരു ചിന്ത വരും. അപ്പോൾ പിന്നെ തൽക്കാലം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പോകില്ല. അപ്പോൾ ഇവൻ്റെ കുളി കഴിഞ്ഞു. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അവൻ്റെ കുളി കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇതിൽ നിന്നൊക്കെ ഊരിയെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ പുറത്തൊന്നും കറങ്ങാൻ പോവാറില്ലേ? അങ്ങനെയല്ല, പുറത്തൊക്കെ കറങ്ങാൻ പോവാറുണ്ട്. പക്ഷേ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടേ ആൾ ഫ്രീ ആവുള്ളൂ, എന്നിട്ടേ വരുള്ളൂ എന്ന് പറയാറുണ്ട്. ഞാനും പിന്നെ ഒന്നും പറയാൻ പോണില്ല. ഇതോ അവിടെ മോള് പൂച്ചയെ കണ്ടപ്പോൾ പൂച്ചയുടെ പിറകെ പോയി. ഒരു കാര്യം എൻ്റെ അടുത്ത് പ്രധാനമായിട്ടും പറയണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതോ ചേട്ടൻ്റെ കയ്യിരിക്കുന്ന ആ പച്ച കുപ്പി കണ്ടില്ലേ, ഈ സംഭവം ഇപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇത് സ്റ്റാർട്ടാക്കി വെച്ചിട്ട് ഒരു കാരണവശാലും ആ സ്പ്രേ ചെയിനിൽ അടിക്കരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്തോ ഞാൻ ചോദിച്ചിട്ട് എന്തായാലും പേര് മെൻഷൻ ചെയ്തേക്കാം. എനിക്കത് വലിയ പിടിയില്ല, എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഉള്ളൂ. ഇനി അടുത്ത സംഭവം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇവനെ കുറച്ചുകൂടി ഒന്ന് സുന്ദരനാക്കണം. കുറച്ച് പൗഡറും പൊട്ടുമൊക്കെ ഇട്ട്, അങ്ങനെയല്ല, ഞാൻ കുറച്ച് തമാശ അടിച്ചതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പണിയും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഫിനിഷ് ആവും. ഈ ഇരിക്കുന്ന 3 സാധനങ്ങൾ കുളി കഴിഞ്ഞാൽ നനവോടെ തന്നെ ഇതൊക്കെ ദേഹത്ത് പുരട്ടണം. ഒടുക്കത്തെ വിലയാന്നേ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബൈക്കിൻ്റെ ബോഡിയെല്ലാം ഒന്ന് പോളിഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനത് എന്തായാലും കറക്റ്റ് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം.
ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഇതുവരെ കഴിഞ്ഞില്ലേ. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും ഇങ്ങനെ തോന്നുമായിരിക്കും, ഇത് വെറും പ്രഹസനമല്ലേ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇങ്ങനെ ബൈക്കിനെ കുളിപ്പിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നൽ വരും. ശരിക്കും അല്ല, ശരിക്കും ഇങ്ങനെ തന്നെയാണ് ബൈക്കിനെ വാഷ് ചെയ്യുമ്പോൾ ചേട്ടന് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണ്ടേ. അപ്പോൾ ഇത് ഞാനൊരു കണ്ടന്റ് ആക്കിയതാണ്, അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വണ്ടീനെ ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയൊന്നുമല്ല. അപ്പോൾ ഇതെന്തോ ഡാഷ്ബോർഡ് കുറച്ച് പൊളിച്ചായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഉള്ള സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും അവൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, എൻ്റെ ഒരു ടാങ്ക് വെള്ളം ഇവൻ തീർത്തു, വണ്ടി കഴുകി ഒരു ടാങ്ക് വെള്ളം തീർത്തു എന്നിങ്ങനെ പറയുന്നത് കേട്ടു. വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ്. പിന്നെതാ ഈ കാണുന്ന സംഭവമില്ലേ, ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അത് കാണാൻ എനിക്ക് എന്തോ ഇഷ്ടമാണ്. എന്തോ ബൈക്കിൽ ഇങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് തേച്ചാൽ ഉണങ്ങിയതിന് ശേഷം തുടച്ച് കളയുമ്പോൾ അത് മാറും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഉണങ്ങുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ബൈക്കിനെ ഒന്ന് കുട്ടപ്പനാക്കുന്നതിൻ്റെ ലാസ്റ്റ് പോർഷനാണിത്. ഇതും കൂടി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഫിനിഷായി, പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത് ഉണങ്ങിയതിന് ശേഷം അത് തുടച്ച് മാറ്റുക എന്നുള്ളതാണ്. ആ തുടച്ച് മാറ്റുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ്ട് 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് തിളങ്ങി നിൽക്കുന്ന ഇവനെ ഇപ്പം എങ്ങനെയുണ്ട്, സുന്ദരനായില്ലേ, സൂപ്പറായില്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കിക്കോ, അപ്പോഴല്ലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ടാറ്റ ബൈ.